രാജ്പൂർ ഗ്രാമത്തിലെ ജനങ്ങൾ കഠിനാധ്വാനികളാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമം ഒരു മരുഭൂമി ആയിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങൾ ആ മരുഭൂമിയെ വെട്ടി അതിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുടെ അധ്വാനം കൊണ്ട് ഈ ഗ്രാമത്തിൽ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിച്ചു. ഞാൻ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിൽ കുറെ ഡെവലപ്മെന്റ് വേണം. എന്നാലേ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കുറെ ഫെസിലിറ്റീസ് ഉണ്ടാവുള്ളൂ. നീ പറയുന്നത് ശരി തന്നെ. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? വേറെ എങ്ങനെ? നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഗവൺമെന്റിന്റെ അടുത്ത് സംസാരിച്ചാൽ നടക്കും, ശരിയല്ലേ? എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതുവരെ ഗവൺമെന്റ് നമ്മുടെ ഗ്രാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ മാത്രം എങ്ങനെ ചെയ്യാൻ പറ്റും? നീ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ശ്രമിച്ചേ പറ്റുള്ളൂ. എന്നാ നീ തന്നെ പോയിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വാ. ഒരു പക്ഷേ കാര്യം നടന്നാൽ വളരെ നല്ല കാര്യമാണ്. ഒരു പക്ഷേ കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ നല്ല കാര്യം വേറൊന്നുമില്ല. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എന്നാലും ശരി, ഞാൻ പോയി നോക്കാം. ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടാൽ. നന്ദു അവിടെ നിന്നും നേരെ സർക്കാരിനെ നോക്കാനായി ചെന്നു. ഒരു ദിവസം മുഴുവൻ നടന്നു ചെന്ന് വൈകുന്നേരമായപ്പോൾ അവർ സർക്കാർ ഓഫീസിലേക്ക് ചെന്നെത്തി. പിന്നെ അദ്ദേഹം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ ഓഫീസിൽ നിന്നും എല്ലാരും ജോലി കഴിഞ്ഞു പോയിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വാച്ച്മാൻ ആ ഓഫീസ് പൂട്ടുകയായിരുന്നു. എടാ, ഇത് ആരാണ്? ഈ നേരത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഞാൻ നന്ദുവാണ്. രാജ്പൂർ ഗ്രാമത്തിൽ വന്നതാ. ഞാൻ എൻ്റെ ഗ്രാമത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ വന്നതാണ്. ഇപ്പോ ഓഫീസ് ക്ലോസ് ചെയ്തിട്ടല്ലോ. നീ ഒരു കാര്യം ചെയ്, നീ നാളെ രാവിലെ വന്നേക്ക്. ശരി, ഞാൻ നാളെ രാവിലെ വരാം. നന്ദു വീണ്ടും അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് നടന്നു വന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു ചേരാൻ രാത്രിയായി. നടന്നു വന്ന് തന്നെ വല്ലാതെ ക്ഷീണമായി പോയി. ഇപ്പൊ ഉറങ്ങിയേക്കാം. എന്നാലും നാളെ രാവിലെ വേഗം ഗവൺമെന്റ് ഓഫീസിൽ പോകാൻ പറ്റൂ. നന്ദു രാവിലെ ഉണ്ടായിരുന്ന ആഹാരം എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങി. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ തളർന്നിരുന്നു. അതുകൊണ്ട് രാവിലെ അദ്ദേഹം ലേറ്റായിട്ടാണ് എണീറ്റത്. അദ്ദേഹം പുറത്തു വന്ന് നോക്കിയപ്പോൾ സൂര്യൻ ഉച്ചയിൽ എത്തിയിരുന്നു. ഇന്ന് നമുക്ക് എന്താ സംഭവിച്ച്? കണ്ണ് തന്നെ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. വേഗം തന്നെ ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയേക്കാം. ഇല്ലെങ്കിൽ അവർ ഇന്ന് നാളെ വരെന്ന് പറയൂ. നന്ദു ഒന്നും തന്നെ കഴിക്കാതെ സർക്കാർ ഓഫീസിലേക്ക് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ദിവസം മുഴുവൻ അദ്ദേഹം വിശപ്പോടെ നടന്ന് വൈകുന്നേരം ആകുന്നതിനു മുൻപേ ആ ഓഫീസിലേക്ക് ചെന്നെത്തി. അവിടെ ചെന്ന് നോക്കി, ഒരു ലേഡി ആ ഓഫീസിൽ നിന്നും പുറത്തു വരികയായിരുന്നു. നമസ്കാരം, നിങ്ങൾ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? ഞാൻ നന്ദു, രാജ്പൂർ ഗ്രാമത്തിൽ നിന്നാണ്. നന്ദു എന്തോ പറയാനായി ഒരുങ്ങുന്നതിന് മുൻപേ അപ്പോ ലേഡി അത് തടഞ്ഞു നിർത്തി പറഞ്ഞു, നിങ്ങളുടെ എന്ത് പ്രശ്നമായാലും ശരി നാളെ ഓഫീസിലേക്ക് വന്ന് പറയൂ. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോവാണോ? പക്ഷെ ഇന്നും ഓഫീസിലുള്ള സമയമുണ്ടല്ലോ. എന്തുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൂടാ? എന്നെ പോകണ്ടെന്ന് പറയാൻ നീ ആരാണ്? ഇല്ല, ഞാൻ നിങ്ങളെ തടസ്സം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എന്താ പറയുന്ന വെച്ചാൽ എന്റെ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്കത് കേട്ടതിന് ശേഷം എന്റെ എത്ര പ്രശ്നങ്ങളുണ്ടോ അതൊന്ന് തീർക്കാൻ നോക്കൂ. ഞാനിപ്പോ വീട്ടിലേക്ക് പോവുകയാ. നീ പോയിട്ട് നാളെ വാ. ഞാൻ നാളെ നിന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കാം. ഇവിടെ നോക്കൂ മാഡം, ഞാൻ ഇന്നലെയും വന്നിരുന്നു. ഞാൻ വന്നപ്പോ ഓഫീസിൽ ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വേഗം ഞാൻ വന്നത്. ഇന്നും നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. പറ്റിയാൽ നിങ്ങൾ എന്റെ പ്രശ്നം ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഒന്നും കേൾക്കാൻ തയ്യാറല്ല. എന്തു പറയണെങ്കിലും നാളെ വന്ന് പറയേ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്നും പോയി. നന്ദു പുറകെ നിന്നും അവരെ വിളിച്ചു നോക്കി. പക്ഷെ ആ ലേഡി നന്ദു വിളിച്ചതൊന്നും കൂട്ടാക്കാതെ അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോയി. നന്ദു തന്റെ സങ്കടമായ മുഖത്തോടെ ആ ഓഫീസിൽ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള വാച്ച്മാൻ വന്നത്. അദ്ദേഹം ഓഫീസ് പൂട്ടി. നീ നാളെ വാ മോനെ. ഇതുപോലെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളല്ലേ ഇന്നലെ ഇത് തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേഗം എത്തിയത്. പക്ഷെ നിങ്ങളുടെ ഈ മാഡം ഇന്ന് സമയത്തിന് കാട്ടും വളരെ വേഗം പുറപ്പെട്ടു കാണല്ലോ. ഈ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവര് ഓഫീസേഴ്സ് ആണ്. അവർ ഈ നേരത്തെ ഇഷ്ടത്തിന് പുറപ്പെട്ടു പോവാണ്. അവരെ നമ്മൾ എങ്ങനെ തടസ്സം ചെയ്യാൻ പറ്റും? അങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ഇല്ല, എന്ത് ചെയ്യാനാ? നാളെയും വന്ന് നിങ്ങളുടെ മാഡം പുറപ്പെട്ടു പോയാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത് നിന്റെ ഇഷ്ടം മോനെ. പക്ഷെ രാത്രി നേരത്തിൽ ഭയങ്കര തണുപ്പുണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ ഗ്രാമത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. ആ വാച്ച്മാൻ അവിടെ നിന്നും പോയി. പിന്നെ നന്ദു ആ ഓഫീസിന്റെ വാതിൽക്കൽ തന്നെ അടുത്ത ദിവസം രാവിലെ വരെ കാത്തിരുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ തണുപ്പ് കൊണ്ട് പിടയുകയായിരുന്നു. പിന്നെ രാവിലെ ആയതും തന്നെ മേഡം വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. പാതി ദിവസം കടന്നു ചെന്നതിന് ശേഷം
മാഡം തന്റെ ഓഫീസിലേക്ക് വന്നു. നന്ദു അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. മാഡം, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗവൺമെന്റ് മൂലമായിട്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗം നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഗവൺമെന്റ് കൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? എന്നാലേ ഗ്രാമത്തിന്റെ എതിർകാലത്തിൽ എല്ലാ നല്ല ഉപയോഗം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഗ്രാമത്തിൽ കൃഷി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അതെ, ഞങ്ങൾ എല്ലാരും കൃഷിക്കാരാണ്, അതും ഞങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട്. അല്ല, കൃഷി നടക്കുന്നുണ്ടല്ലോ, വേറെന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത്? പാടത്ത് കൃഷി നടൂ, അത് വെട്ടോ. ഇപ്പോ നിങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു പദ്ധതിയും ഇല്ല. നന്ദു അവരോട് എത്രയോ റിക്വസ്റ്റ് ചെയ്തു നോക്കി, പക്ഷെ അവർ നന്ദുവിന്റെ വാക്കിന് ഒരു വിലയും തന്നെ നൽകിയില്ല. പിന്നെ നന്ദു മനസ്സിൽ വളരെ വെറുപ്പോടെ അവിടെ നിന്നും വെറും കൈയോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ആ അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് പോയ സ്ഥലത്ത് എന്ത് സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചു. നിന്റെ ഈ ശോകം മോഹം കൊണ്ട് കാണുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒന്നിനും വിഷമിക്കണ്ട, നമ്മളെല്ലാരും ചേർന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ കേട്ടില്ലേ? ഇപ്പൊ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് കൂട്ടി. പിന്നെ അതിൽ എന്ത് തീരുമാനമെടുത്തെന്നാൽ ഇപ്പോൾ ഈ ഗ്രാമത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആയി ഇതിനെ മാറ്റണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഗ്രാമത്തിൽ വിധവിധമായ പൂച്ചെടികൾ നട്ടു. ഇപ്പൊ നീ നോക്ക്, ജനങ്ങൾ നമ്മുടെ ഗ്രാമം ചുറ്റി കാണാൻ വേണ്ടി എല്ലാരും വന്നേക്കും. 4 ഭാഗത്തും കാടുകളും മലകളാണ് ഉള്ളത്. അതിന്റെ കൂടെ ചേർത്തിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാക്കിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. കുറച്ചു ദിവസത്തിൽ കുറെ ഫോറിനേഴ്സ് ഒക്കെ അവിടെ ചുറ്റി നോക്കാൻ വന്നു. പിന്നെ അവർക്ക് ആ ഗ്രാമം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം ചുറ്റിനോക്കിയതിനു ശേഷം അവർ ഗ്രാമത്തിലെ കടയിൽ ചെന്ന് ചായയും സ്നാക്സും കേട്ടു. മക്കളെ, ഞങ്ങൾ ദിവസവും വൈകുന്നേരം ചായ കുടിക്കാറുണ്ട്, പക്ഷെ ഈ സ്നാക്ക് എന്ന് പറയുന്നല്ലോ, അത് ഞങ്ങൾ കുടിച്ചിട്ടില്ല. അയ്യോ ആന്റി, സ്നാക്സ് എന്ന് പറയുന്നത് കുടിക്കുന്നതല്ല, കഴിക്കുന്നതാണ്. അത് ചായയോടൊപ്പം ചേർത്ത് കഴിക്കും. അതേ മോളെ, കഴിക്കുമായിരിക്കും, അത് നിങ്ങളുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ ഞങ്ങൾ വെറും ചായ മാത്രമാണ് മോളെ കുടിക്കുന്നത്. ഇല്ല ആന്റി, ഈ സ്നാക്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിലും അത് കഴിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നും അറിയില്ല മോളെ. ഇന്ന് ഞാൻ ആദ്യമായി നിന്റെ വായിന്ന് ഇത് കേൾക്കുകയാണ്. ആന്റി, ഞങ്ങൾക്ക് ചായയോടൊപ്പം ചേർത്ത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നതാണ് ശീലം. സ്നാക്സ് ഇല്ലാതെ ഞങ്ങൾ ചായ കഴിക്കാറില്ല. നീ പറഞ്ഞാൽ അത് നേരായിരിക്കും മോളെ. പക്ഷെ മോളെ, എന്റെ കൈവശം നീ ചോദിക്കുന്നതില്ല. എന്നാ ശരി ആന്റി, നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ചായ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ സ്നാക്സ് ഇല്ലാതെ തന്നെ ചായ കുടിക്കാം. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ചായയോടൊപ്പം സ്നാക്സും തരണം. ഇല്ലെങ്കിൽ ആരും നിങ്ങളുടെ ചായ കഴിക്കില്ല. ശരി മോളെ, ഞാൻ ആരെങ്കിലും നഗരത്തിലേക്ക് പറഞ്ഞയച്ച് നിങ്ങൾ ചോദിക്കുന്നത് വാങ്ങിക്കാം. വിദേശികളെല്ലാം സ്നാക്സ് ഇല്ലാതെ ചായ കുടിച്ചു. കുറച്ച് ചായ കുടിച്ചതിന് ശേഷം സ്നാക്സ് ഇല്ലാത്ത ചായ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെല്ലാരും ആ ചായ തറയിലൊഴിച്ചു. ഇത് കണ്ടിട്ട് ആ മുത്തശ്ശിക്ക് വളരെ സങ്കടമായി. ആ ടൂറിസ്റ്റ് ആ അമ്മയ്ക്ക് അവർ നൽകിയ ചായക്കുള്ള കാശ് നൽകി. പിന്നെ അവിടെ നിന്നും അവർ പോയി. അപ്പോഴാണ് അമ്മ നംകുവിനെ ഒന്ന് വിളിച്ചത്. നംകോ, എടാ മോനെ നംകോ, ഒന്ന് വേഗം വാടാ മോനെ. ആ വയസ്സായ അമ്മ വിളിച്ചതും നമുക്ക് അവിടേക്ക് വന്നു. ആ അമ്മേ, പറയൂ, നിങ്ങളുടെ ചായ കടയൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്? കട നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മോനെ. പക്ഷെ ഈ വിദേശികളൊക്കെ എന്ത് ചോദിക്കുന്നെന്നാൽ അവർക്ക് ചായയോടൊപ്പം എന്തോ സ്നാക്സ് വേണോ അത്രേ കഴിക്കാൻ. ഇല്ലെങ്കിൽ അവര് ചായയും കുടിക്കില്ലത്രേ. ഇപ്പൊ നീ തന്നെ പറ മോനെ, അവര് ചോദിക്കുന്നത് ഞാൻ എവിടെ ചെന്ന് വാങ്ങിക്കാനാ? ആ സ്നാക്സ് ഒക്കെ വല്ല കൂടുതലാണല്ലോ, അതൊക്കെ മാർക്കറ്റിലേക്ക് കിട്ടുള്ളൂ. ശരി മോനെ, ഇന്നാ മോനെ, ഞാൻ കുറച്ച് കാശ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീ മാർക്കറ്റിൽ ചെന്ന് അവര് ചോദിക്കുന്നത് വാങ്ങിച്ചിട്ട് വാ. നമുക്കും അമ്മ കൊടുത്ത കാശ് വാങ്ങി എന്നിട്ട് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ദിവസം മുഴുവൻ നടന്നു ചെന്നതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തിന് മുൻപേ മാർക്കറ്റിൽ ചെന്നെത്തി. പിന്നെ അവൻ തിരിച്ചു വരുന്നതിനകത്ത് രാത്രിയായി. അവൻ മാർക്കറ്റിൽ നിന്നും പാതി രാത്രിയിൽ ആ സ്നാക്സ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. രാത്രി വല്ലാതെ വൈകിപ്പോയി. അമ്മ എപ്പോഴും ഉറങ്ങുമായിരിക്കും. നാളെ രാവിലെ പോയിട്ട് ഈ സ്നാക്സ് അമ്മേനടുത്തങ്ങ് കൊടുത്തേക്കാം. നമുക്ക് ഉറങ്ങി. പിന്നെ രാവിലെ ആയപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് ആ സ്നാക്സ് അമ്മയ്ക്ക് നൽകി. ഇതാ അമ്മേ, നിങ്ങൾ ചോദിച്ച സ്നാക്സ്. അമ്മ ആ സ്നാക്സ് പാക്കറ്റ് തന്റെ കയ്യിൽ വാങ്ങി. അല്ല, ഇതെന്താണ് മോനെ? ഇത് കുറച്ച് തന്നെയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നത് നീയും നിന്റെ വീട്ടിലുള്ളവര് രാത്രി കഴിച്ചായിരുന്നോ?
ഇല്ല അമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങളുടെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോകുന്നത്? നിങ്ങൾ കാശ് തന്നോ? ആ മൊത്ത കാശിൽ ഞാൻ സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാ അത്രയും കാശിന് ഈ സ്നാക്സേ കിട്ടുകയുള്ളോ? ആ അതെ അമ്മേ, ഈ സ്നാക്സിനൊക്കെ വളരെ വില കൂടുതലാണ്. നിങ്ങൾ ഒരാഴ്ച എത്ര ചായ വിറ്റ് കാശുണ്ടാക്കുന്നോ ആ മൊത്ത കാശ് നമ്മൾ ഒരു വിലയ്ക്ക് 2 പേര് കഴിക്കാൻ പറ്റുന്ന സ്നാക്സേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്റെ ചായ കട ഞാൻ മൂടേണ്ടി വരുമല്ലോ. ഇല്ല അമ്മേ, ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞുതരാം. കാരണം ഈ പ്രശ്നം നമ്മുടെ ഗ്രാമത്തിലെ ചായക്കട വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഗ്രാമത്തിൽ വീണ്ടും ഒരു പഞ്ചായത്ത് കൂടി. പിന്നെ ജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അതായത് എങ്ങനെ മറ്റുള്ള വസ്തുക്കൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നുവോ അതുപോലെ ഗ്രാമത്തിൽ ഈ സ്നാക്സിന് വേണ്ടിയും കൃഷി ചെയ്യണമെന്ന്. അതെ, ഇത് ശരിക്കുള്ള തീരുമാനമാണ്. ഇന്നു മുതൽ നമുക്ക് ഈ സ്നാക്സും ഇവിടെ കൃഷി ചെയ്യാം. ഇത്തവണ അവരവര് ചേർത്ത് വെച്ച കാശ് എടുത്തുകൊണ്ടുപോയി മാർക്കറ്റിൽ നിന്നും സ്നാക്സ് വാങ്ങിക്കൊണ്ടു വന്നു. പിന്നെ അത് അവരവരുടെ വയലിൽ വിതച്ചു. പക്ഷെ അവരുടെ പാടത്ത് സ്നാക്സ് വളർന്നതേ ഇല്ല. ഇത് കണ്ടിട്ട് എല്ലാവർക്കും വളരെ കഷ്ടമായി. നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഓർമ്മയില്ലേ, ഈ ഗ്രാമത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചാണ് ഇവിടെ ഈ വയൽ ഉണ്ടാക്കിയത്. പിന്നെ ഓരോന്നും കൃഷി ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് മാസങ്ങൾ എടുത്തു. ഇല്ല അമ്മേ, ഞങ്ങളൊന്നും മറന്നിട്ടില്ല. പക്ഷെ നമ്മുടെ വയലിൽ സ്നാക്സ് വളരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി മോനെ, ഞാൻ ഈ പ്രശ്നത്തിനുള്ള തീരുമാനത്തിന് വേണ്ടി ഗുരുജിയെ കാണാൻ പോകുന്നു. എനിക്കൊരു ഗുരുജിയെ അറിയാം. അദ്ദേഹം തീർച്ചയായും നമ്മളെ എന്തെങ്കിലും സഹായിക്കും. അമ്മ അവിടെ നിന്നും നേരെ ഗുരുജിയെ കാണാനായി ചെന്നു. അദ്ദേഹം ആ മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ തപസ് ചെയ്യുകയായിരുന്നു. അമ്മ അവരുടെ പ്രശ്നം അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് ഗുരുജി അവർക്കൊരു ആലോചന പറഞ്ഞു. പിന്നെ അമ്മ ആലോചനയും കൊണ്ട് ഗ്രാമത്തിലേക്ക് വന്നു. ഗുരുജി കലശത്തിനെ കുറിച്ച് പറഞ്ഞു. അത് ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെയുള്ള കാട്ടിലെ ഒരു വലിയ അരുവിയുടെ താഴെ ഒളിച്ചു വച്ചിരിക്കുകയാണ്. ആ അരുവിയുടെ അടുത്തുള്ള ആ കലശം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവര് ചോദിക്കുന്ന ആ സ്നാക്സ് കൃഷി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അമ്മേ, ആ കലശത്തിനും പിന്നെ നമ്മുടെ ഈ സ്നാക്സ് കൃഷിക്കും എന്താണ് സംബന്ധം? ആ കലശത്തിൽ അറബിക്കടലിലെ ഉപ്പ് വെള്ളം നിറഞ്ഞിരിക്കുന്നത്രേ. അങ്ങനെ നമ്മൾ ആ വെള്ളം നമ്മുടെ പാടത്ത് തെളിക്കുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ പാടത്ത് സ്നാക്സ് കൃഷി വളരുമത്രേ. ശരി അമ്മേ, എന്നാ നമ്മൾ ഇന്ന് തന്നെ ആ കലശം എടുക്കാൻ പോയേക്കാം. ഞങ്ങൾ പോകുമ്പോൾ അമ്മയും ഞങ്ങളുടെ കൂടെ വന്നേക്ക്. ഗ്രാമത്തിലുള്ളവരെല്ലാരും ആ വയസ്സായ മുത്തശ്ശിയോടൊപ്പം കാടിനെ നോക്കി ചെന്നു. കുറച്ചു ദൂരം നടന്നു ചെന്നതിന് ശേഷം അവരൊരു അരുവിയുടെ അടുത്ത് ചെന്നെത്തി. ഇത് അതേ അരുവി തന്നെയാണ് മോനെ. ഇതിനെക്കുറിച്ചാണ് ഗുരുജി എന്നോട് പറഞ്ഞത്. അവിടെ നോക്ക്, അതിന്റെ താഴെ ഒരു കലശം കാണുന്നുണ്ട്, കണ്ടോ? നമുക്ക് ആ കലശം എടുക്കാനായി ചെന്നു. പക്ഷെ ആ അരുവിയുടെ വേഗതയിൽ അവൻ ആ ഒഴുക്കിൽ പെട്ടുപോയി. ഇത് കണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സങ്കടത്തിലായി. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഈ അരുവിയുടെ ദിശ മാറ്റണമെന്ന്. പക്ഷെ ഇത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണല്ലോ അമ്മേ. നമുക്കും വലിയ എളുപ്പമുള്ള ജോലിയൊന്നും ചെയ്ത് പതിവില്ലല്ലോ മോനെ. അതുമാത്രമല്ല, ആ കലശം നമ്മുടെ കയ്യിൽ കിട്ടിയതും നമ്മൾ എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിൽ മാറാൻ പോകുന്നു മോനെ. ശരി, വരൂ. അമ്മ നമുക്കൂനോടൊപ്പം ചേർന്ന് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അരുവിയുടെ മലയുടെ മുകളിൽ കയറി കോടാരി വെച്ച് കുഴി തോണ്ടാൻ തുടങ്ങി. പിന്നെ അവരെല്ലാരും കൂടി തോണ്ടി ആ അരുവിയുടെ ദിശ മാറ്റിവിട്ടു. അതിനുശേഷം നമുക്ക് ചെന്നു. എന്നിട്ട് ആ കലശം എടുത്തുകൊണ്ട് വന്നു. ഇതാ അമ്മേ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കലശം. ഇത് എന്റെ മാത്രം സ്വത്തായ കലശമല്ല മോനെ. ഇതിലുള്ള ആ മാന്ത്രിക ഉപ്പുവെള്ളം നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം തുല്യ അളവിൽ നൽകണം. എങ്കിൽ തന്നെ എല്ലാരും അവരുടെ കൃഷിപ്പാടത്തെ ഇത് തെളിക്കും മോനെ. എല്ലാരും ആ കലശത്തിലുണ്ടായിരുന്ന മാന്ത്രിക ഉപ്പുവെള്ളം അവരവരുടെ പാടത്ത് തെളിച്ചുവിട്ടു. അതുകൊണ്ട് അവരുടെ പാടത്ത് സ്നാക്സ് വളരാൻ തുടങ്ങി. അത് കഴിക്കാൻ നല്ല രുചിയുള്ളതും വളരെ അത്ഭുതകരവുമായിരുന്നു. ഇപ്പോൾ ചുറ്റുനോക്കാൻ വരുന്ന വിദേശികൾ എല്ലാവർക്കും ചായയോടൊപ്പം ആ സ്നാക്സും നൽകാറുണ്ട്. അതുകൊണ്ട് അവർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നല്ല കാശ് നൽകി. പിന്നെ പതുക്കെ പതുക്കെ ആ ഗ്രാമത്തിലേക്ക് വിദേശികൾ ഒരുപാട് വരാൻ തുടങ്ങി.